നമസ്തുതേ കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദാന്തമോന്തം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം ശ്രീചൈതന്യേശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് ഒരു സ്വാഗതം. അതുപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. അതുപോലെ വൃന്ദാവനത്തിൽ നിന്ന് കേട്ട ശബ്ദത്തിനും എൻ്റെ പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മളപ്പടെ ശ്ലോകം 15 വരെ എടുത്തു അല്ലേ? 15 ഇനി എടുക്കാൻ? 14 വരെ എടുത്തുള്ളൂ. എന്തുവായിരുന്നു 14 പറഞ്ഞിരുന്ന? ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. 14 എടുത്തില്ല മാതാജി, 13 വരെ എടുത്തോളൂ. ഓക്കെ. 13 എന്താണ് പറഞ്ഞത്? ഭഗവത് ഭക്തരുമായിട്ടുള്ള നേരത്തെ പ്രാപ്തിയില് ആക്കുന്നു. ഭൗതിക വസ്തുക്കളിൽ നിന്നുള്ള സ്വപ്നപ്രാപ്തി അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നുള്ള അതിനോടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അല്ലേ? അതിനൊക്കെ അപ്പുറത്തേതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പം അത്രമാത്രം ഉയരത്തിലാണ് നമ്മളെ എന്ത് കാണുന്നത്? ഭഗവത് ഭക്തരുമായ ക്ഷണനേരത്തെ സംസർഗത്തെ കുറിച്ച് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ ആർക്ക് പറയാം? ഗജേന്ദ്രമോക്ഷം പറയാം. പിന്നെ ഉണ്ടല്ലോ ധ്രുവൻ, പ്രഹ്ലാദനെ ധ്രുവചരിതം ഇതിനകത്ത് വരുന്നവരാണ് അല്ലേ? അപ്പൊ ഏകാന്ത ഭക്തി ഉള്ളവരെയും യഥാർത്ഥത്തിൽ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നവരായ അവർക്ക് വേറെ ആരെല്ലാം കൊടുക്കും? ഭഗവത് ഭക്തർ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയും അവരെ എത്താവുന്നതിൽ അങ്ങേയറ്റത്ത് എത്തിക്കുകയും ചെയ്യും. അവിടെ ഭഗവാൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇനി അടുത്തത് 14ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം 14. ഓ നാമ തൃപ്യേത്യസവിത് കഥായാം മഹത്വമൈകാന്തപരായണസ്യ നാന്തം ഗുണാനാമ ഗുണസ്യ ജഗ്മുർ യോഗേശ്വരായേ ഭവാത്മമുഖ്യാഃ. ഓ നാമ തൃപ്യേത്യസവിത് കഥായാം മഹത്വമൈകാന്തപരായണസ്യ നാന്തം ഗുണാനാമ ഗുണസ്യ ജഗ്മുർ യോഗേശ്വരായേ ഭവാത്മമുഖ്യാഃ. ഓ നാമ തൃപ്യേത്. ഓ നാമ എന്ന് പറയുമ്പോൾ അവിടെ കഹ എന്നുള്ളതിനെ ശ്ലോകരൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. കഹ എന്ന് വെച്ചാൽ ഭഗവാൻ ആകുന്നു, ഭഗവാൻ ആരാകുന്നു എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. ഭഗവാൻ ആരാകുന്നു? നാമ സവിശേഷമായി, തൃപ്യേത് പൂർണ്ണ സംതൃപ്തി ലഭിക്കുക, രസവിത് കഥായ
എന്ന് വെച്ചാൽ നമ്മള് ഒരു അമൃതം കുടിക്കുന്നത് പോലെ, അതിനെ ആസ്വദിക്കുന്നത് പോലെ, ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെട്ട വസ്തു ആസ്വദിക്കുന്നത് പോലെയാണ് ഈ നാമം, ഭഗവത് നാമം കേൾക്കുന്നത് എന്നുള്ളത്. അപ്പൊ നാമ തൃപ്യേ രസവിത് കഥായാം, കഥായാം എന്ന് വെച്ചാല് ഭഗവാന്റെ വിഷയങ്ങളെ കുറിച്ച് കേൾക്കുക, രസവിത് കഥായാം. പിന്നെയോ മഹത്വം ഐകാന്തപരായണസ്യ, മഹത്വം എന്ന് പറഞ്ഞാല് മഹത്തമം എന്നുള്ളതാണ് ഇവിടെ എടുക്കേണ്ടത്. മഹത്തമം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ളത്, ജീവാത്മകളിൽ അതിശ്രേഷ്ഠനായിട്ടുള്ളത്. ഏകാന്തം എന്ന് വെച്ചാൽ പൂർണ്ണമായി. പരായണസ്യ എന്ന് വെച്ചാൽ ആർക്കും അഭയം കൊടുക്കുന്നവനന്റെ, നമുക്ക് അഭയമായിട്ടുള്ള വ്യക്തിയുടെ, അഭയദാതാവിന്റെ നാമഗുണസ്യ ജഗ്മു. അവിടെ എത്രമാത്രമാണോ നമ്മളെ പൂർണ്ണത വരുത്താൻ കഴിയുന്നത്, ജഗ്മു എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട്, നിശ്ചയമായിട്ട് എന്നുള്ളത് ജഗ്മു. നാന്തം ഗുണാനാമ ഗുണസ്യ ജഗ്മു. ന അന്തമാണ് നാന്തം എന്ന് പറയുക. നാന്ന് വെച്ചാൽ ഒരിക്കലുമില്ല, അന്തം എന്ന് വെച്ചാൽ അവസാനമില്ല. നാന്തം ഗുണാനാമ ഗുണസ്യ, അദ്ദേഹത്തിന്റെ ഗുണങ്ങൾക്കോ അല്ലെങ്കിൽ അഗുണസ്യ, അഗുണസ്യ എന്ന് പറഞ്ഞാല് ആത്മജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ, ഗുണങ്ങളെ പ്രകീർത്തിച്ചാൽ തീരത്തില്ല, അദ്ദേഹത്തെ ആത്മജ്ഞാനപരമായ ശക്തികളെ കുറിച്ചും അത് പറഞ്ഞാലും തീരത്തില്ല. അങ്ങനെ അതിനെയെല്ലാം നിശ്ചയം വരുത്തുന്നതിനെ യോഗേശ്വരായേ, യോഗേശ്വരൻ എന്ന് വെച്ചാൽ യോഗികളുടെ അധിപൻ, മായാശക്തികളുടെ അധിപനായിട്ടുള്ള എല്ലാവരുടെയും അധിപനായതിനാൽ അതിന് യോഗേശ്വരായേ. എന്ന് വെച്ചാൽ അവയെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാത്മമുഖ്യ, ഭവ ശിവൻ, പാത്മ ബ്രഹ്മാവ്, മുഖ്യ അധിപന്മാർ. ഭവ പാത്മ മുഖ്യ, 3 ഇതിലായിട്ടാണ് പറഞ്ഞത്. ഭവ എന്ന് വെച്ചാൽ ശിവനാണ്, പാത്മ എന്ന് പറഞ്ഞ ബ്രഹ്മവാദമാണ്, മുഖ്യ എന്ന് വെച്ചാൽ അധിപന്മാരെ എന്നുള്ള അർത്ഥമാണ്. മുഖ്യന്മാരായിട്ടുള്ള ബ്രഹ്മാവും മുഖ്യനായിട്ടുള്ള ആരാണ്, ശിവനും എന്നുള്ള അർത്ഥത്തിലാണ്. ഓ നാമ തൃപ്യത്യസവിത് കഥായാം മഹത്വമൈകാന്തപരായണസ്യ നാന്തം ഗുണനാമ ഗുണസ്യ ജഗ്മു യോഗേശ്വരായേ ഭവാത്മമുഖ്യ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. ഓ നാമ തൃപ്തേദ്യസവിത് കഥായാം മഹത്വമൈകാന്തപരായണസ്യ നാന്തം ഗുണനാമ അഗുണസ്യ ജഗ്മു യോഗേശ്വരായേ ഭവാത്മമുഖ്യ. ഹരേ കൃഷ്ണ. സകല ജീവാത്മാക്കളുടെ ആശ്രയമാണ്. മായാശക്തികളുടെ മഹാചാര്യന്മാരായ ശിവബ്രഹ്മദേവന്മാർക്ക് പോലും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ഗുണങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധ്യമായിട്ടില്ല. ഇമ്പമേറിയ പീയൂഷം നുകരുന്നതിൽ നിപുണരായ ആരെങ്കിലും എപ്പോഴെങ്കിലും ഭഗവത് സംബന്ധ വിഷയങ്ങൾ ശ്രവിക്കുന്നതിൽ പൂർണ്ണ സംതൃപ്തരായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ട്രാൻസ്ലേറ്റർ गुरुदेव की जय, प्रभुपाद की जय, वैष्णव वृंद की जय. ट्रांसलेशन परकोट एसी ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് की जय. ഇവിടെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നോക്കുമ്പോഴേ നമുക്ക് ഏറ്റവും പ്രമുഖ ദേവന്മാരാണ് ആരൊക്കെ? അവരുടെ ശക്തിയിൽ ശക്തിയിൽ സമ്പൂർണരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ശക്തി എത്രമാത്രമാണെന്ന് നമുക്ക് വിവേചിച്ചറിയാൻ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കഴിയുന്നതല്ല. അപ്പൊ നമുക്കറിയാവുന്നതാണ് ശിവനെ കുറിച്ച്, ശിവന്റെ ശക്തികളെ കുറിച്ച് ഒന്നും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ശ്രീലപ്രഭാതിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ്, കൊടും വിഷത്തിന്റെ ഒരു സാഗരം തന്നെയാണ് ശിവൻ പാനം ചെയ്തത്. അതിൽ ഒരു തുള്ളി എന്ന് പറയണ്ട, ഒരു അംശത്തിന്റെ അംശം ഒരു സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ കടന്നാൽ മതി, അവന് തീർത്തിരിക്കും. ഇത് ഏത് സ്കന്ധമാ മാതാജി? 1-ാമത്തെ സ്കന്ധം 18-ാം അധ്യായം ശ്ലോകം 14. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. 1, 18, 14. അപ്പൊ അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ കൊല്ലാൻ ഒരു അംശത്തിന്റെ അംശം പോലും വേണ്ടാത്ത ആ കൊടുംവിഷത്തെ പാനം ചെയ്യാൻ കഴിഞ്ഞ ശിവന് എത്രമാത്രം കഴിവുണ്ട്. അതുപോലെ ശിവനെ പോലെ ഉള്ള ആൾക്കാര്, ശിവൻ ആരിൽ നിന്നാണ് വന്നത്? ബ്രഹ്മാവിൽ നിന്നാണ് വന്നത്, അല്ലെ? അപ്പൊ അതുപോലെ
ശിവനെ പോലെയുള്ള ആൾക്കാരെയും മറ്റും സൃഷ്ടിക്കാൻ കഴിവുള്ള ഭഗവാൻ, കഴിവുള്ള ബ്രഹ്മാവ് എത്രമാത്രം ശക്തനാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പം പരമാധികാരികളാണ് അവരെല്ലാവരും. ആരൊക്കെ? ശിവനും ബ്രഹ്മാവും ഒക്കെ പരമാധികാരികളാണ്. അവരെല്ലാം പ്രപഞ്ചാധിപന്മാരുമാണ്, ഈശ്വരന്മാരുമാണ്. എന്നാൽ അവിടെ ഉള്ള പ്രത്യേകത എന്താണ്? ഭഗവാനുമായിട്ട് നോക്കുമ്പോ എന്താണ് അവിടെ പ്രത്യേകത? ആര് പറയും? ഹരേ കൃഷ്ണ. ഇവർക്ക് രണ്ടുപേർക്കും നല്ല ശക്തിയുള്ളവരാണ്. പ്രപഞ്ചത്തിന്റെ അധികാരം മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ ഭഗവാനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? എന്തുകൊണ്ടാണ് നമ്മള് അങ്ങനെ പറയാൻ കാരണം? എല്ലാ ഗുണങ്ങളും ഭഗവാനുണ്ട്. അതീന്ദ്രിയമായും വളരെ ആകർഷിക്കത്തക്കുള്ള ഗുണങ്ങളെല്ലാം ഭഗവാനുള്ളത്. കൃഷ്ണൻ. പക്ഷേ ഇവരെല്ലാം പരമ അധികാരികളാണ്. നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനുള്ള പരമ അധികാരമുള്ള ആൾക്കാരാണ് ഇവരൊക്കെയും. എന്നിരുന്നാൽ തന്നെയും ഭഗവാനോളം എങ്ങനെയുള്ളവരല്ല. ഇവരെല്ലാം ഈശ്വരന്മാരാണെന്ന് പറയാം. പക്ഷേ ഭഗവാനോളം ശക്തി കേന്ദ്രങ്ങളല്ല ഇവരെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരെല്ലാം പരമാധികാരികളാണ് നമ്മളെ ഭരിച്ചു കൊണ്ടുപോകുന്നതിന് എന്ന് പറയാം. നമ്മള് ഭാഗവതം 5-ാം സ്കന്ധം എടുക്കുമ്പോൾ നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണ്. നമ്മൾ ഒന്നുമല്ല. നമ്മൾ ഇത്രയും മിടുക്കരാണ് എന്നും പറഞ്ഞ് നടക്കുന്ന നമ്മളെ ഒന്നും തന്നെ അല്ല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. 14 ലോകങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, ആ 14 ലോകങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേ, അതിശയോക്തിപരമായിട്ട് അത് പറയുമ്പോഴേ നമുക്കറിയാം നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ സ്ഥാനം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ആൾക്കാരാണെന്ന്. പക്ഷെ നമ്മൾ ഒന്നും തന്നെയല്ല. പക്ഷെ നമ്മളെല്ലാം ഇതുപോലെയുള്ള ഈ 14 ലോകങ്ങൾ അടങ്ങിയ ഒരു ബ്രഹ്മാണ്ടം, അതുപോലെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? ഭരിച്ചു പോകാനുള്ള ഭഗവാന്റെ എന്താണ് ആ ശക്തി, പരമാധികാരം വേറെ ആർക്കുമില്ല. ശക്തി കേന്ദ്രമാണ് ഭഗവാൻ. ഒരു ബ്രഹ്മാണ്ടത്തിലെ പരമാധികാരികളാണ് ഇവര് രണ്ടു കൂട്ടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതുപോലെ ഭഗവാനാണെങ്കിൽ സർവാതിശയനാണ്, ആത്മജ്ഞാനപരനാണ്, അതീന്ദ്രിയനാണ്. ഭഗവാനെ കുറിച്ച് പറയുമ്പോ ഭഗവാൻ എത്ര ക്വാളിറ്റീസ് ആണ് ഉള്ളത്? നമ്മളിത് മിക്കവാറും പറയുന്നതാണ്, എന്നാലും ഒന്ന് പറഞ്ഞോളൂ. എത്ര ക്വാളിറ്റീസ് ഉണ്ട്? 64 ഗുണം. ഏതെല്ലാം ഗുണങ്ങളാണുള്ളത്? ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഷഡൈശ്വര്യങ്ങളാണോ മാതാജി? ഷഡൈശ്വര്യങ്ങളാണ്. സമ്പത്ത്, ഐശ്വര്യം, വീരം, കീർത്തി, ഐശ്വര്യപൂർണ്ണനാണ്. സമ്പത്ത്, സൗന്ദര്യം, ശക്തി, ജ്ഞാനം, വൈരാഗ്യം, പ്രശസ്തി. ഒന്നുകൂടെ പ്രശസ്തി, അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങള് ഒന്നിച്ചടങ്ങിയിട്ടുള്ള പൂർണ്ണമായിട്ട് ഭഗവാനിലുണ്ട്. മറ്റവർക്കൊക്കെയോ എത്രമാത്രം ഉണ്ട്? ശിവൻ എത്ര വരും? അല്ല, വിഷ്ണു അടുത്ത സ്ഥാനം വിഷ്ണുവിനാണല്ലോ. വിഷ്ണുവിന് എത്രയുണ്ട്? 60. 60. ശിവനോ? 54. 55. അതുപോലെ ബ്രഹ്മാവിനോ? 50. അത്രയുമാണ് അവരുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അവർക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പരമനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനെ കുറിച്ച്, അദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ ആർക്കും സാധ്യമല്ല എന്ന് ഇവിടെ പറഞ്ഞു തരികയാണ്. അദ്ദേഹവുമായി കമ്പയർ ചെയ്യാൻ. അപ്പം ബ്രഹ്മദേവനെയൊക്കെ നമ്മുടെ ജീവസത്തകളിൽ ഏറ്റവും പ്രഥമനായിട്ട്, കാരണം ഇതെല്ലാം സൃഷ്ടിയെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഈ ശിവനെ പോലും സൃഷ്ടിക്കാൻ, ശിവൻ പോലും വന്നിരിക്കുന്ന ബ്രഹ്മാവിൽ നിന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മള് അദ്ദേഹത്തെ ആരാണ്, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കഴിവല്ല, കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അഖില ആനന്ദങ്ങളുടെയും സംഭരണിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ ഏതെങ്കിലും വിധത്തിലുള്ള രുചി ആസ്വദിക്കാൻ, ഭഗവാനെ കുറിച്ച് കേൾക്കാൻ എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിൽ നിരതനായിരിക്കുന്ന ഒരുവൻ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും അവാച്യവും ആനന്ദവുമായ ആനന്ദം നേടാൻ കഴിയും. ഭഗവാൻ അനന്തനാണ്,
ഭഗവാൻ ഭഗവാന്റെ വിശേഷമാണ്, സ്വഭാവ ഗുണങ്ങൾ സവിശേഷമാണ്, വിശേഷ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു, ലീലകളെ, പാർഷദരെ ഇവരെല്ലാം അസംഖ്യങ്ങളാകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ രുചിച്ചവര് അത് രുചിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പൊ അത് രുചിക്കുക എന്ന് പറയുമ്പോ എന്താണ്? ഭഗവത് ഭക്തരായി, പൂർണ്ണമായും ഭഗവാന്റെ ശുദ്ധ ഭക്തരായി തീരുക. അപ്പൊ ഭഗവാനുമായി സംബന്ധിച്ച് ഏതൊക്കെ ആൾക്കാരാണ് ഉള്ളത്? ഏതെല്ലാം രീതിയിലുള്ള ആൾക്കാരുണ്ട് ഭഗവാന്റെ കൂടെയുള്ളവരാ? നമ്മൾ എങ്ങനെയൊക്കെ പറയും? ഏതെല്ലാം പേരിൽ പറയും? ഭഗവാനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തു പറയും? ഭഗവത് പാർഷദന്മാരെ. പാർഷദന്മാരുമായിട്ട് മാത്രമാണ് ഭഗവാൻ ഇവിടെ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയും. ഭഗവാന്റെ കൂടെ എപ്പോഴും ഉള്ള ആൾക്കാര്, ഞാൻ പല ആവൃത്തിയും പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാന്റെ കൂടെ പാർഷദന്മാരല്ല. പാർഷദന്മാരാരൊക്കെയാണ് ഭഗവാന്റെ കൂടെ എപ്പോഴും ഭഗവാനോടൊപ്പം നടക്കുന്ന ആൾക്കാര്? ഏത് സമയത്തും ഭഗവാനിൽ നിന്ന് മാറാതെ കൂടെ ഉള്ളവരുണ്ട്. ഏതൊക്കെയാണ്? വിശ്വക്സേനോ ജനാർദ്ദന എന്ന് നമ്മള് ഏതിനകത്ത് പറയും? വിഷ്ണു സഹസ്രനാമത്തിൽ പറയും അല്ലെ? വിശ്വക്സേനനെ, ഗരുഡനെ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഭഗവാന്റെ കൂടെ എപ്പോഴും ചേർന്ന് നടക്കുന്നവര് നമ്മൾ പാർഷദന്മാരെന്ന് പറയും. പിന്നെ ആരാണുള്ളത്? ശുദ്ധ ഭക്തര്. ഏറ്റവും ഉന്നതമായ ഭക്തര് ആരാണ്? ഏറ്റവും ഉന്നത ഭക്തരാരാണ് ഭഗവാന്റെ? ഇവരെല്ലാം അപ്പുറമാണ് ആരെ എന്ന് പറഞ്ഞിട്ടുണ്ട്? ഗോപികമാര്. ഇവരെല്ലാം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം എത്ര ദാരിദ്ര്യം അനുഭവിച്ചിട്ടും ഭഗവാനോട് ഒരു വാക്കുപോലും പറയാതെ ഭഗവാന്റെ കൃപയ്ക്കായി കാത്തിരുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ സുദാമാവിനെ കുറിച്ചൊക്കെ നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലും ശരി, അതിനൊക്കെ അപ്പുറത്താണ് ആരുടെ സ്ഥാനം? ഗോപികമാരുടെ സ്ഥാനമെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഏതൊരു ലീല എടുക്കുമ്പോഴും അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ്? അത്രമാത്രം ഏത് രീതിയിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാൽ, ഏതെല്ലാം രീതിയിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവർക്ക് ഭഗവത് പാദപങ്കജങ്ങൾ മാത്രം മതിയായിരുന്നു. അപ്പം പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അതിപ്പോ നമ്മള് ആരെക്കുറിച്ച് പറഞ്ഞു? പാർഷദരെ കുറിച്ച് പറഞ്ഞു, ശുദ്ധ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഭഗവത് ഭക്തരെ കുറിച്ച് പറയാം. പിന്നെ ഭഗവാനുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ കുറിച്ചും പറയാം. എല്ലാവരും ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, രമന്തേ യോഗിനോനന്ദേ ചിദാനന്ദ ചിദാത്മനി ഇതിരാമ പദേനാസൗ പരം ബ്രഹ്മാഭിധീയതേ. യോഗികൾ. അപ്പൊ ഏതെല്ലാം തരത്തിലുള്ള വ്യക്തികളാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഏതെല്ലാം രീതിയിലുള്ള ആൾക്കാരുണ്ട്? ഭഗവത് ഭക്തരുണ്ടെന്ന് നമുക്കറിയാം അല്ലെ? ഭക്തിയിൽ കൂടി ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നവരുണ്ട്. പിന്നെ ജ്ഞാനം കൊണ്ട് ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നവരുണ്ട്. പിന്നെ യോഗത്തിൽ കൂടി, യോഗം വഴി ഭഗവാനെ അനുഷ്ഠിക്കുന്നവരുണ്ട്. പിന്നെന്താണ്? ബ്രഹ്മഭാവത്തിൽ ഭഗവാനെ ആസ്വദിക്കുന്നവരുമുണ്ട്, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നവരുമുണ്ട്. യോഗികൾ പരിപൂർണ സത്യത്തിൽ നിന്നും അളവറ്റ അതീന്ദ്രിയ ആനന്ദങ്ങൾ നേടുന്നു എന്ന് വെച്ചാൽ അവര് എന്താണ്? ആ 8 രീതിയിൽ ഭഗവാനെ കാണാൻ വേണ്ടി, ഭഗവാനെ ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അവരെവിടെ എത്തുന്നുള്ളൂ? എത്ര ജന്മങ്ങൾ തോറും കഷ്ടപ്പെട്ടാലും അവർക്ക് എവിടെ എത്താൻ കഴിയുന്നുള്ളൂ യോഗികൾക്ക്? അല്ല, ബ്രഹ്മജ്യോതിയിൽ എത്തുന്നത് ജ്ഞാനികളാണ്. യോഗികൾ എവിടെയാണ് എത്തുന്നത്? പരമാത്മഭാവത്തിൽ ദർശിക്കുന്നതേ ഉള്ളൂ. പരമാത്മഭാവത്തിൽ ഒരു പ്രകാശമായി ഭഗവാനെ അവർക്ക് എവിടെ എത്താൻ കഴിയും? അവർക്ക് എന്താണ്? മുനിമാരും മറ്റും താമസിക്കുന്ന ഉന്നത ലോകങ്ങളിൽ, ബ്രഹ്മലോകം വരെ അവർക്ക് എത്താം. അപ്പം അവിടം വരെ അവർക്ക് എത്താൻ കഴിയുള്ളൂ. പിന്നെ അവിടെ നിന്നിട്ട് അവർക്ക് ഭഗവാന്റെ എന്ത് വേണം? ഭഗവത് ഭക്തരുടെ സംഘം കിട്ടിയാൽ അവർക്ക് നേരിട്ട് അവർക്ക് പോകാൻ കഴിയും. അഥവാ അവിടെയും അതിനുള്ള സാഹചര്യം കിട്ടിയില്ലെങ്കിൽ അവർക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതായിട്ട് വരും. അപ്പം യോഗികള് പരിപൂർണ സത്യത്തിൽ നിന്നും അളവറ്റ അതീന്ദ്രിയ ആനന്ദങ്ങൾ നേടുന്നു. അവർക്ക് ഭഗവാനെ ലഭിക്കാൻ വേണ്ടി അവരുടെ കഠിന പ്രയത്നം വഴി അവർ അളവറ്റ ആനന്ദം നേടുന്നുണ്ട്. പരമസത്യമായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണൻ എന്താണ്? മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നവനാണ് എന്നാണ് പറഞ്ഞത്.
അപ്പൊ ആ ഭക്തഭാവത്തിലെത്തുമ്പോൾ, ഭക്തി യോഗി എന്ന് വരുമ്പോൾ, യോഗ വിദ്യയല്ല ഞാനിവിടെ പറയുന്നത്, ഭക്തി യോഗിയായി തീരുമ്പോൾ ഭഗവാൻ എല്ലാവർക്കും ആനന്ദം നൽകുന്നവനായി തീരുന്നു. അപ്പൊ ഭഗവാനെ ആദ്യമേ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കാതെ പിന്നീട് വന്നവരാരൊക്കെയാണ്? ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ ഏറ്റവും പ്രശസ്തനായി തീർന്ന ആളാണ് ആരാണ്? നമുക്ക് ഈ ബുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ആരാണ്? ശ്രീ സുഖബ്രഹ്മർഷി. സുഖബ്രഹ്മർഷി. ആദ്യം സുഖബ്രഹ്മർഷി ആരായിരുന്നു? ബ്രഹ്മഭാവത്തിലാണ് വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിന് എന്തായിരുന്നു? അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് നല്ല ചിന്തയുണ്ട്, ഭഗവാനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ഭഗവാന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് കേട്ടിട്ട്, ഏതാണ് ഞാൻ 3 ശ്ലോകവും പറഞ്ഞു തന്നു അല്ലേ? ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏതൊക്കെ ശ്ലോകം കേട്ടിട്ടാണ്? എന്താണ് ബർഹാവീടം നടവരവു അല്ലേ? അപ്പൊ അതൊക്കെ ആ 3 ശ്ലോകങ്ങളാണ് ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെട്ടത്. ആരാ അത് പാടിക്കൊണ്ടുപോയത്? വേദവ്യാസ മഹർഷിയുടെ ശിഷ്യന്മാരത് പാടുന്നത് കേട്ടിട്ട് ഇങ്ങനെയും ഒരു ഭഗവാനോ എന്നുള്ള രീതിയിൽ അദ്ദേഹം തിരിച്ചു വന്നു എന്നൊക്കെ നമ്മൾ കഥ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ഭഗവാനെ അങ്ങനെ മാത്രം പരമദിവ്യോത്തമ കൃഷ്ണായ ഭഗവാനെ ഭക്തിയോഗികൾ അത്യന്തം പൂർണ്ണതയോടുകൂടി തന്റെ സർവസ്വവുമായി എല്ലാമായി അങ്ങ് ആരാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഭക്തിയോഗികൾ നമുക്ക് തരുന്ന ആദർശപരമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭഗവാൻ ആരാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പൊ അങ്ങനെ അതീന്ദ്രിയതയിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല. കേൾക്കുന്തോറും വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു ആഗ്രഹമാണ് സാധാരണ ഭക്തന്റെ മനസ്സിൽ വരുന്നത്. അപ്പം നൈമിശാരണ്യത്തിലെ ഋഷിമാരോട് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും വർണ്ണിക്കാനാണ് ഇവിടെയും ഋഷിമാരും ആവശ്യപ്പെട്ടത്. അപ്പൊ അവിടെ വേറെ ആരാണ് അതുപോലെ ആവശ്യപ്പെട്ടത്? ഭഗവാനെ കുറിച്ച് ഇടവില്ലാതെ ശ്രവിക്കാൻ ഇവിടെ ഋഷിമാര് തയ്യാറായി അല്ലെ? പരീക്ഷിത് മഹാരാജാവെ ഒരു തുള്ളി ജലപാനം പോലും കുടിക്കാതിരിക്കുകയാണ്. അല്ലയോ, അങ്ങ് കുടിച്ചിട്ടില്ല ഈ 7 ദിവസമായിട്ട് ഇത്രയും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ശുകദേവ ഗോസ്വാമി പോലും എന്ന് വെച്ചാൽ പോലും എന്ന് പറയാൻ കാരണം അദ്ദേഹം ഇതിനെല്ലാം അപ്പുറത്തുള്ള ആളാണ് അല്ലെ? അപ്പൊ അദ്ദേഹം പോലും പറയുന്നു അങ്ങേ വളരെ ക്ഷീണിതനാണ്, അങ്ങ് ഇത് കേട്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? അങ്ങ് വെള്ളം പോലും കുടിച്ചിട്ടില്ല, അതുകൊണ്ട് ചുരുക്കാൻ നോക്കിയാണ് അദ്ദേഹം. പക്ഷെ ചുരുക്കാൻ നോക്കുമ്പോ പറയുന്നത് എന്താണ്? എനിക്ക് ചുരുക്കണ്ട, എനിക്ക് പൂർണ്ണമായി പറഞ്ഞു തരിക, ഇത് ആ രസപീയൂഷമാണ്, ഇത് എനിക്ക് കുടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെയും ഇവരിത് കേൾക്കാൻ വേണ്ടി നൈമിശാരണ്യത്തിലും ഋഷിമാര് വളരെയധികം താല്പര്യത്തോടു കൂടി ഇരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഭക്തിയോഗികൾ പരിപൂർണ സത്യത്തിൽ നിന്ന് അളവറ്റ അതീന്ദ്രിയ ആനന്ദങ്ങൾ നേടുന്നു. ആകയാൽ പരമസത്യമായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണനെ രാമനെന്നും അറിയപ്പെടുന്നു എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ നമ്മൾ രാമനെ തിരക്കി വേറെ എങ്ങും പോകണ്ട. ഈ രാമനെ ആദ്യം എടുത്തിടണ്ടേ? കൃഷ്ണനെ എന്തിനാണ് പിന്നെ എടുത്തിട്ടത്? അല്ലെങ്കിൽ കൃഷ്ണനെ എന്തിനാ ആദ്യം എടുത്തിട്ടത്? ഈ ചോദ്യങ്ങൾ നമുക്ക് വരും. പക്ഷെ ഈ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ആ രമന്തേ യോഗിനാനന്ദേ സത്യാനന്ദ ചിതാത്മനി ഇത് രാമപാദേനാസൗ പരം ബ്രഹ്മാഭിധീയതേ. കൃഷ്ണൻ തന്നെ അവിടെ വിളിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് ഈ ശ്ലോകത്തിൽ ഇതാണ് പറഞ്ഞത്. അപ്പൊ ഈ ശ്ലോകത്തിന്റെ ചുരുക്കം എന്താണ്? ഗോവിന്ദനാണ് ശ്രേഷ്ഠരായ എല്ലാ ജീവാത്മകളുടെയും ഏകാശ്രയമെന്നും മായാശക്തികളുടെ ഏറ്റവും മഹാചാര്യന്മാരുടെ ഒക്കെ ഉണ്ട്, എന്നിരുന്നാലും ഇതിനെല്ലാം അപ്പുറത്താണ് ഭഗവാന്റെ പദപങ്കജങ്ങളെന്നും അതിനെ കേട്ടാൽ ആർക്കും തൃപ്തി വരികയില്ലെന്നും കേൾക്കും തോറും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുമെന്നും പറഞ്ഞ് നിർത്തി. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം 15. തന്നോ ഭവാൻ വൈ ഭഗവത് പ്രധാനോ മഹത്തമൈകാന്തപരായണസ്യാം ഹരേരുദാരം ചരിതം വിശുദ്ധം ശുശ്രൂഷതാംനോ വിധനോതു വിദ്വാൻ. തന്നോ ഭവൻ വൈ ഭഗവത് പ്രധാനോ, തത് പ്ലസ് നഹ, അതാണ് തന്നോ എന്ന് പറഞ്ഞിരിക്കുന്നത്. തത് എന്ന് വെച്ചാൽ ആകയാൽ, നഹ എന്ന് പറഞ്ഞാൽ നമ്മെ കുറിച്ച്. ഭവാൻ വൈ ഭഗവത് പ്രധാനോ, ഭവാൻ എന്ന് വെച്ചാൽ അങ്ങ്, വൈ തീർച്ചയായും,
ഭഗവത് പ്രധാനവും ഭഗവാനുമായി ബന്ധപ്പെടുത്തി, മുഖ്യമായും ഭഗവാനുമായി ബന്ധപ്പെടുത്തി, പ്രധാനം എന്ന് വെച്ചാൽ മുഖ്യമായി മഹത്വമൈകാന്തപരായണസ്യ, മഹത്തമ എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി, മഹത്തമ. അപ്പം ശ്രേഷ്ഠാത്മാക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, സർവശ്രേഷ്ഠനായിട്ടുള്ള ഏകാന്തപരായണസ്യ, മഹത്വം ഐകാന്ത അല്ല, അവിടെ പിരിക്കുമ്പം നമുക്ക് മഹത്വം പ്ലസ് ഏകാന്ത പരായണസ്യ, മഹത്വം ഏകാന്ത പരായണസ്യ. അപ്പൊ ഏകാന്ത എന്ന് വെച്ചാൽ മുഴുവനായി, പരായണസ്യ എന്ന് വെച്ചാൽ അഭയകേന്ദ്രമായിട്ടുള്ള. പിന്നെയോ ഹരേരുദാരം ചരിതം വിശുദ്ധം, ഹരേ എന്ന് വെച്ചാൽ ഭഗവാന്റെ, ഉദാരം നിഷ്പക്ഷമായ, ചരിതം ചരിത്രം അല്ലെങ്കിൽ കർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വിശുദ്ധമായിട്ടുള്ളതാണ്, അതീന്ദ്രിയമായിട്ടുള്ളതാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമേറിയതാണ്. ശുശ്രൂഷിതാംനോ വിതനോതു വിദ്വൻ, ശുശ്രൂഷിതാം എന്ന് വെച്ചാൽ അത് സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്നവ, സ്വീകാര്യസന്ധയുടെ. നഹ ഞങ്ങളോടെ, വിതനോതു, വിതനോതു എന്ന് വെച്ചാൽ ദയവായി വിശദീകരിച്ചു തരൂ, വിദ്വാൻ ഹേ പണ്ഡിത ഞങ്ങൾക്ക് ഇതെല്ലാം ദയവായി വിശദീകരിച്ചു തരൂ. കേൾക്കും തോറും കേൾക്കുവാൻ ആഗ്രഹം കൂടുന്നു. വിവർത്തനം. ശ്ലോകം വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണാദാജി. ശ്രീ ഗുരുഭ്യോ നമോ ഭഗവതേ വാസുദേവായ. തന്നോ ഭവാൻ വൈ ഭഗവത് പ്രധാനോ മഹത്വമേകാന്തപരായണസ്യ, ഹരേരുദാരം ചരിതം വിശുദ്ധം ശുശ്രൂഷതാം നോ വിതനോതു വിദ്വാൻ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം, ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ബേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുവാദിക്ക്. വിവർത്തനം. അല്ലയോ സൂത ഗോസ്വാമി, അങ്ങയുടെ സേവനത്തിന്റെ ആധാരം പരമദിവ്യോത്തമപുരുഷനായ ഭഗവാനാണ്. ആകയാൽ അങ്ങ് പണ്ഡിതനും ശുദ്ധ ഭഗവത് ഭക്തനുമാകുന്നു. അക്കാരണത്താൽ ഭൗതിക ബോധത്തിന് അതീതമായ അദ്ദേഹത്തിന്റെ സർവാതിശയവും ആത്മജ്ഞാനപരവും അതീന്ദ്രിയവുമായ ലീലകളെ കുറിച്ച് ദയവായി ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും അവിധമുള്ള സന്ദേശങ്ങൾ ശ്രവിക്കുവാൻ ഞങ്ങൾ അത്യന്ത ഉത്സുകരാണ്. വീണ്ടും വീണ്ടും ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം നമ്മളിവിടെ അവർ പ്രകടിപ്പിക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ലീലകളെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരിക എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിലുള്ള കെട്ടഴിച്ചു തരാൻ അവരാവശ്യപ്പെടുകയാണ്. എന്താണ് ഈ കെട്ടെന്ന് പറയുന്നത്? എന്താണ്? നമ്മളിൽ ഒരു സംശയമുണ്ട്. എന്താണ്? യഥാർത്ഥത്തിൽ നമ്മളിവിടെ 33 കോടി ദേവതമാരെയും ആശ്രയിക്കുന്നവരാണ് ഒരുപാട് പേര്. അപ്പോഴേ ഭഗവാനാണ് എല്ലാം, നമ്മളെല്ലാം ഭഗവാന്റെ സേവകരാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ശക്തിയും വളരെ കുറച്ചു പേർ ലഭിക്കുന്നു. അങ്ങനെ മനസ്സിലുള്ള ആ കെട്ടിനെ അഴിച്ചു തരിക എന്നാണ് ഇവിടെ ശിവദേവസ്വാമിയുടെ പറയുക. അപ്പൊ ഭഗവാന്റെ സേവകനാണ് നമ്മൾ. ഏത് രീതിയിൽ വന്നാലും നമ്മൾ ഈ യഥാർത്ഥത്തിൽ നമ്മളെ, ഇപ്പൊ ഇന്നലെ ആറ്റുകാലമ്മയായിരുന്നു, ആറ്റുകാലമ്മയ്ക്ക് നമസ്കാരം. അപ്പൊ അവിടെ എത്രയോ പേര് അമ്മയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അമ്മ നമ്മുടെ എന്താണ് ഭൗതിക പ്രകൃതിയെ അടക്കി വാഴാനായിട്ട് അമ്മ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കോട്ട കെട്ടി അമ്മയ്ക്ക് കൊടുത്തിരിക്കുകയുമാണ്. അമ്മ അതെല്ലാം നോക്കി നടത്തുന്നു. അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ശരിക്കും നമ്മള് അപ്പത്തിന് എന്താണ് അരി പൊടിച്ചുകൊണ്ട് വന്നിട്ട് അരിപ്പയിൽ വെച്ച് അരിച്ചെടുത്ത് അതിലെ നല്ല പൊടി മാത്രം അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പോലെ ഇവിടെ എന്താണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്? ഇവിടെ നിന്ന് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മളെ ശുദ്ധരാക്കി പറഞ്ഞയക്കുക. അതാണ് അവരുടെ പ്രവൃത്തി. നമ്മളെ എത്രമാത്രം ശുദ്ധരാകുന്നു അത്രമാത്രം ശുദ്ധരായിട്ട് വേണം നമുക്ക് ആ ലോകങ്ങളിലേക്ക് ചെല്ലാനെന്നുള്ള ആ കർത്തവ്യത്തെ നോക്കി നടത്തുന്നതാണ് എനിക്ക് കൊടുത്തിരിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ശിവനാണെങ്കിലും, അതുപോലെ ബ്രഹ്മാവാണെങ്കിലും, മുരുകനാണെങ്കിലും എല്ലാവരെയും ആശ്രയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ലോകം നിൽക്കുന്നത്. അപ്പൊ അവരെ പരമാധികാരി പരമ ഭഗവാനായിട്ട് കാണാതെ അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി അവർ ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള കെട്ട് നമ്മുടെ മനസ്സിലുള്ളത് അതിനപ്പുറം ആരുമില്ല എന്നുള്ള ചിന്താഗതി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇവിടെ ആ ഒരു കെട്ടഴിയുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലെ കെട്ടഴിച്ചിട്ട് നമ്മളെ തിരിച്ചു പോകാനുള്ള ശ്രമം നമ്മൾ കൂടി നടത്തണം. അമ്മ മാത്രം നോക്കിയിട്ട് നമ്മൾ എന്നാണ് ശുദ്ധരാക്കി പോവുക, ഏതാണ് നമ്മളെ ശുദ്ധരാക്കി വിടാൻ കഴിയുക? നമ്മൾ വിചാരിക്കാതെ നമുക്ക് പോകാൻ കഴിയുകയില്ല. കാരണം നമുക്ക് ഇവിടെ തന്നെ നിൽക്കാനേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്.
അപ്പം പരമനായ ഭഗവാനാണ് അങ്ങ് ഇപ്പം സൂതഗോസ്വാമിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളില്ല എന്ന് വെച്ചുകൊണ്ട് അങ്ങ് പണ്ഡിതനാണ്, ശുദ്ധ ഭഗവത് ഭക്തനാണ്. അക്കാരണത്താൽ ഭൗതിക ബോധത്തിന് അതീതമായ അദ്ദേഹത്തിന്റെ സർവാതിശയവും ആത്മജ്ഞാനവും അതീന്ദ്രിയവുമായ ലീലകളെ കുറിച്ച്, ആരുടെ ഭഗവാൻ ലീലകളെ കുറിച്ച് എന്തിനാണ് ഇത് കേൾക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇത് വേണമെന്ന് പറയുന്നത്? ഇത് കേൾക്കാതിരുന്നാൽ നമുക്ക് ഭഗവാനെ സേവിച്ചൂടെ? എന്തിനാ അങ്ങനെ വേണമെന്ന് പറയുന്നത്? വീണ്ടും വീണ്ടും പറയുന്നു, ഈ ജ്ഞാനം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, പറഞ്ഞു തരൂ, പറഞ്ഞു തരൂ എന്ന് പറയുന്നു. കാരണം എന്താണ്? കേൾക്കുന്നതിലൂടെയാണ് നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റുന്നത്. നമ്മൾ എത്രമാത്രം ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു അത്രയും നമുക്ക് ഭഗവാനിലേക്കുള്ള ആകർഷണം വരികയാണ്. ഭഗവാനിലേക്കുള്ള ആകർഷണം നമ്മുടെ മനസ്സിലേക്ക് വന്നെത്താൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അതീന്ദ്രിയ വിഷയങ്ങളുടെ ആളോടെ കേട്ട് 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 നമ്മുടെ മനസ്സ് ഭഗവാനെ കുറിച്ച് ശ്രദ്ധിക്കാൻ ജിജ്ഞാസുവായി വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അങ്ങനെ ഒരു കൂട്ടുകെട്ട് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് കിട്ടുന്നവര് നമ്മളുടെ ആശ്രയം, ആഗ്രഹമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അത് പറയാനായിട്ട് നമ്മൾ പറയുന്ന നമ്മളുടെ കൂട്ടുകാരെങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മുടെ ചിന്തയും നമ്മുടെ മുന്നോട്ടുള്ള പോക്കും. നമുക്ക് കൂടുതൽ ആത്മജ്ഞാനപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കുന്നവരും അതേക്കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ളവരും ആയിരിക്കും. നമ്മുടെ 1 മിനിറ്റ് പോലും നമുക്ക് കളയാനില്ല എന്ന് പറയും. ഒറ്റ നിമിഷം പോലും എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ഹരിനാമകീർത്തനം പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഖട്വാങ്കനെന്ന ധരണീശന് കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്തുവഴി. അപ്പൊ 1 നിമിഷം കൊണ്ട് എന്താണ് അദ്ദേഹം സ്വർഗലോകത്ത് പോയി യുദ്ധം ചെയ്ത് എല്ലാം ഒരുപാട് കാലം അവിടെ വിജയിച്ച് വളരെ പ്രശസ്തിയും പേരും കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ലാസ്റ്റില് എനിക്കിനി എത്ര കാലമുണ്ട്. അപ്പൊ അവിടുത്തെ വെച്ചനുസരിച്ച് എന്താണ് പറഞ്ഞു, 1 നിമിഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ നിമിഷത്തിൽ അദ്ദേഹം ഉടൻ തന്നെ അങ്ങ് തീരുമാനമെടുക്കുകയാണ്, ഇനി ആ 1 നിമിഷം, സ്വപ്നത്തിലെ 1 നിമിഷം അദ്ദേഹം വിചാരിക്കുകയാണ്, ആ 1 നിമിഷം കൊണ്ട് എനിക്ക് ഭഗവാനിൽ എത്താനുള്ള കാര്യം ഞാൻ ഒപ്പിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം മനസ്സിനെ അങ്ങ് സ്വതന്ത്രമായി ഭഗവാനിലേക്ക് തന്നെ അങ്ങ് ആവേശിപ്പിക്കുകയും നമ്മുടെ 1 നിമിഷം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ആ 1 നിമിഷം കൊണ്ട് ഭഗവാനിൽ എത്താൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഭക്തന്മാർക്ക് അപ്പൊ നമ്മുടെ മനസ്സിലെ ചിന്തകളെ മാറ്റി, അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലേക്ക് കെട്ടഴിച്ചിട്ട് ഭഗവാനിലേക്ക് എത്താനുള്ള ആ ഭാവം അത് നമ്മളിലേക്ക് എത്തണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലവരായ ഭക്തന്മാരിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ നമ്മളെ കൃഷ്ണനാണ്, എല്ലാവരും കൃഷ്ണനാണ് എന്ന് പറയുന്ന ഒരു ശ്ലോകം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് പഠിക്കണമെന്ന്. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കൃഷ്ണൻ അപ്പുറത്തൊന്നുമില്ല എന്ന് പറയുന്ന ഏതൊരു ശ്ലോകമാണുള്ളത്? ഏതേ ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവൻ സ്വയം. പഠിച്ച ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഭഗവാൻ സ്വയം കൃഷ്ണനാണ് എന്ന് പറയുന്നത്. ഏതേ ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവൻ സ്വയം. ഞാനത് അന്ന് പഠിപ്പിച്ചപ്പോഴും പിന്നെയും പല ആവശ്യം ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ശ്ലോകം നമ്മളിൽ നിന്ന് പോകരുത്. കാരണം നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മളോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ആര് പറഞ്ഞു പരമദിവ്യോത്തമ കൃഷ്ണനാണെന്ന് ആരാ പറഞ്ഞു, ഏത് ശ്ലോകത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പറയാനുള്ള ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാകണം. ഏതേ ചാംശകലാപുംസ കൃഷ്ണസ്തു ഭഗവൻ സ്വയം ഇന്ദ്രാരി വ്യാകുലൻ ലോകം പ്രളയന്തി യുഗേ യുഗേ. അപ്പൊ അത് പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഭഗവാന്റെ പിന്നീട് ഞാൻ പറഞ്ഞിരുന്നു ഭഗവാന്റെ സ്വയം രൂപത്തെയും ആ ഭാവത്തെക്കുറിച്ച് അംശം, കല, അംശാംശം, ഇതൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഇതെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. വിലാസ വിഗ്രഹവും സ്വയം രൂപവും ഒക്കെ പഠിച്ചപ്പോഴും ഇതെല്ലാം പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ ഭാഗവത പ്രഭാഷണം നടത്തുന്നവരെ പല രീതിയിലുണ്ട്, ധർമ്മോപദേശം നൽകുന്നവര് പല രീതിയിലുണ്ട്, കുടുംബം പുലർത്താനായി ഭാഗവത പ്രഭാഷണം തുണ്ടായി സ്വീകരിച്ചിരിക്കുന്നവരുണ്ട്. പിന്നെ അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രീലപ്രഭാതര് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നല്ല പാല് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ആ പാലെടുത്ത് കുടിച്ചാൽ നമുക്ക് ഹെൽത്ത് കിട്ടും, അത് കഴിച്ചാൽ ഹെൽത്ത് കിട്ടും. പക്ഷേ ആ പാലിലേക്ക് ഒരു വിഷത്തിന്റെ ഒരു അംശത്തിന്റെ അംശം അല്പം ചെന്നാൽ മതി, അത് നാപ്പടെ ആള് തട്ടിപ്പോകാൻ, അല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ ഭാഗവതം
ഭാഗവത പ്രഭാഷണം കേൾക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് നമുക്ക് ശ്രീല പ്രഭുപാദര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാഗവത സപ്താഹ ധർമ്മോപദേശങ്ങൾ ശ്രവിക്കുന്നത് ഭൗതിക നേട്ടങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം മതനിഷ്ഠയുടെ പേര് ചിലർ പഠിക്കും, ചിലർ ധനത്തിനായിട്ട് പഠിക്കും, ചിലർ ഇന്ത്യാസ്വാദനത്തിന് പഠിക്കും, പിന്നെ ചിലർ മോക്ഷം കിട്ടാനായിട്ടും പഠിക്കും. പക്ഷേ അങ്ങനെയുള്ള ധർമ്മോപദേശങ്ങൾ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് നിർമുക്തമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഉദ്ദേശം ഇന്നീ രാവിലെ വെളുപ്പിനെ 4 മണിക്കോ 3 മണിക്കൊക്കെ നമ്മൾ എഴുന്നേൽക്കുന്നതാണ് അല്ലെ. അപ്പൊ എഴുന്നേറ്റിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ആ ചെയ്യുന്നത് കൊണ്ട് ഫലം വേണം എന്നുള്ള ചിന്താഗതി നമുക്ക് വേണം. എവിടെ എത്തുക, എന്താണ് നമ്മുടെ ചിന്ത, നമുക്ക് എവിടെയാണ് പോകേണ്ടത്. അത് ഇവിടെ കുറച്ച് പണം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിലും പണം ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയും. അതേ രീതിയിൽ നമ്മൾ അതിനുള്ള മാർഗം കണ്ടുപിടിച്ചു പോയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഭഗവാന് രൂപമില്ല എന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പിന്നെ ആരെയാണ് ഡിവോഷണൽ സർവീസ് ചെയ്യുക? ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുക? ഭക്തിയുത സേവനം ഇല്ലാതെ എവിടെ എത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള രൂപമില്ലാതെ ആർക്ക് വേണ്ടി ചെയ്യും? ഒരു രൂപത്തിനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഓരോ രൂപവും ആ ഭഗവാന്റെ ഓരോ വിധത്തിലുള്ള രൂപത്തെ കുറിച്ച് നമ്മള് പറയും. യസ്യാനനം മകരകുണ്ടല ചാരുകർണ പ്രാജത്ക പോലെ സുഭഗം സവിലാസഹാസം നിത്യോത്സവന്നത ധൃഷി വിബന്ധ്യോ നാര്യോ നരാശ്ച മുദിതാ കുപിതാ നിമേശ്ച എന്ന് വെച്ചാൽ ആ രൂപം കണ്ടു കഴിഞ്ഞാൽ ആരുടെ മനസ്സാണ് ഇളകാത്തത്? അത്രമാത്രം ഇതാണുള്ളത്. അപ്പം അത് കേൾക്കാൻ കഴിവില്ലാത്തവർക്ക് പിന്നെ എവിടെയാണ് മനസ്സിന്റെ കെട്ടൊഴിയുന്നത്, എവിടെയാണ് എത്തിച്ചേരാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ശ്രീല പ്രഭാതിൽ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭാഗവത സപ്താഹം 7 ദിവസങ്ങൾ മാത്രമാണ് ഇന്ന് നീണ്ടു നിൽക്കുന്നത്. അന്ന് ആദ്യമേ ഈ 7 ദിവസം അന്ന് അവിടെ നടന്നതുകൊണ്ടാണ്, 7-ാം ദിവസം പരീക്ഷിത് മഹാരാജാവ് പോയത് കൊണ്ടാണ് ഇന്നും ഇത് നടത്തുന്നത്. അതൊക്കെ ശരി. കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഭാഷകനും ശ്രോതാക്കളും അതുപോലെ ലൗകിക കാര്യങ്ങളിൽ പൂർവാധികം ശക്തിയോടെ വ്യാപരിക്കുന്നു. എന്നെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് ഇതുണ്ട്, സപ്താഹമുണ്ട്. പക്ഷേ മനുഷ്യന്റെ മനസ്സ് മാറുന്നില്ല എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രധാന കാരണം ആരെന്ത് പഠിപ്പിക്കുന്നു, അപ്പം നമുക്കറിയാം ആരെന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് ശ്രദ്ധയോട് കേൾക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് പ്രവേശിക്കും എന്നുള്ളതാണ്. അപ്പൊ ധർമ്മോപദേശകൻ ഒരു ഭഗവത് പ്രധാനനോ ശ്രോതാക്കൾ ശുശ്രൂഷതമോ അവരെല്ലാം സ്വീകരിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ അത്രമാത്രം ശുദ്ധഭക്തി ഉള്ളവൻ ആയിരിക്കണം. അപ്പം ഭാഗവതം നമ്മളൊക്കെയും അതിന് അർഹരായിട്ടുള്ളവർ പറഞ്ഞു തന്നാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേണ്ട രീതിയിൽ നമ്മുടെ ഉള്ളിൽ ചെല്ലാൻ കഴിയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? അപ്പം സൂതഗോസ്വാമിയുടെ ആധാരം ഭഗവാനാണ്. അതുകൊണ്ട് അങ്ങ് പണ്ഡിതനും ശുദ്ധഭക്തനുമാണ് എന്നുവെച്ചാൽ വെറും പണ്ഡിതൻ മാത്രമല്ല ശുദ്ധഭക്തനുമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഭൗതിക ബോധത്തിന് അതീന്ദ്രിയമായ ആ കാര്യങ്ങളെ കുറിച്ച്, ഭഗവാന്റെ ലീലകളെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ, കൂടുതൽ വിശദീകരിച്ചു തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. വൃന്ദാവനത്തെ കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവിടെ കുഞ്ചമുണ്ട്, നികുഞ്ചമുണ്ട്, നിഭൃത കുഞ്ചമുണ്ട് അല്ലെ, നിഭൃത നികുഞ്ചമുണ്ട്. അപ്പം അതിനെ കുറിച്ചൊക്കെ ഭഗവാന്റെ സമയത്തുള്ള കാര്യങ്ങള് അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുഞ്ചത്തിൽ എന്ന് പറഞ്ഞാൽ കുഞ്ചം എന്ന് കേൾക്കുമ്പോ തന്നെ ഭഗവാന്റെ കൂട്ടുകാരും ഭഗവാന്റെ കൂടെയുള്ള പശുക്കളും ഭഗവാന്റെ ഉള്ള കുരങ്ങന്മാരും അങ്ങനെ എല്ലാവരും ലീലയാടുന്ന ആ കുഞ്ചത്തിലേക്ക് എല്ലാവർക്കും കടന്നു ചെല്ലാനുള്ള ഒരു ഇതുണ്ട്, ആ കഴിവുണ്ട്. അപ്പൊ നികുഞ്ചമാവുമ്പത്തേക്ക് അപ്പം അവിടെ എന്താണ് ആ ഭാഗത്തേക്ക് ചെല്ലുന്നത് നമ്മൾ വായിക്കുമ്പോഴേ നമുക്കറിയാം എന്തൊക്കെയാണ്. ഗോപികമാർക്കെല്ലാം പ്രവേശിക്കാൻ കഴിയും, കൃഷ്ണന് പ്രവേശിക്കാൻ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അവരുടെ ലീലകൾ, അവരുടെ വർണ്ണനകൾ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോഴേക്കും നല്ല ശുദ്ധഭക്തന്മാരിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ വൃന്ദാവനത്തിൽ ചെന്ന് നിൽക്കുന്ന ആ ഒരു പ്രതീതി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് കഴിയും. നിഭൃത നികുഞ്ചമാണെങ്കിൽ അവിടെ ആര് മാത്രമേ ഉള്ളൂ? കൃഷ്ണനും രാധാറാണിക്കും മാത്രമേ പ്രവേശനം.
എന്നാൽ ആ ഓരോ വൃന്ദാവനത്തിന്റെ ഓരോ സവിശേഷതകളും നമുക്ക് വിശദീകരിച്ച് തരുമ്പോൾ വൃന്ദാവനത്തിൽ അവിടെ എന്തുമാത്രമാണ് ഉള്ളത്? പ്രേമഭാവം, മധുരിമ മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ നിറഞ്ഞ് ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഐശ്വര്യത്തെ കവച്ചു വെച്ചിട്ട് ആ ഐശ്വര്യത്തിന് അവിടെ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. അവിടെ എന്തുമാത്രമാണ്? മധുരിമ അല്ലെങ്കിൽ മാധുര്യ പ്രേമം നിറഞ്ഞു വഴിഞ്ഞ് ഒഴുകുന്ന സ്ഥലമായിരുന്നു ഭഗവാന്റെ വൃന്ദാവനമെന്ന് പറയുന്നതൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് ഓരോ ലീലകളും പറയുന്ന അവസരത്തില് നമുക്കറിയാം ഭഗവാൻ എങ്ങനെയാണ് കൂട്ടുകാരുടെ കൂടെ അവിടെ ലീലകൾ ആടിയിരുന്നത്, ഭഗവാൻ എങ്ങനെയാണ് അവിടെ മറ്റുള്ളവരെ രസിപ്പിച്ചിരുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അവസാനവും ഭഗവാന് എല്ലാം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ടും എന്ത് ചെയ്യുന്നു? 2 മാസം ആ വൃന്ദാവനത്തിൽ പോയി അവിടെ താമസിച്ചിട്ട് അവിടെയുള്ള തൻ്റെ ഭക്തരെ എല്ലാവരെയും തന്നോടൊപ്പം ആരെല്ലാം വന്നു അവരെ എല്ലാം തിരിച്ചു വിടുന്നതിന് ഭഗവാൻ തയ്യാറായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം വൃന്ദാവന ലീലകളെ കേട്ടാലും മതി വരുന്നതല്ല. ഭഗവാന്റെ സവിശേഷ ഗുണങ്ങൾ കേട്ടാലും മതി വരുന്നതല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരൂ എന്ന് ശുകദേവ ഗോസ്വാമിയോട് ആവശ്യപ്പെടുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം 16ാമത്തെ ശ്ലോകം. സവൈ മഹാഭാഗവത പരീക്ഷിത് യേനാപവർഗാക്യമത പ്രബുദ്ധിഃ ജ്ഞാനേന വയ്യാസഹി ശബ്ദിതേന ഭേദേ ഖഗേന്ദ്രധ്വജപാദമൂലം. സവൈ മഹാഭാഗവത പരീക്ഷിത് യേനാപവർഗാക്യമത പ്രബുദ്ധിഃ ജ്ഞാനേന വയ്യാസഹി ശബ്ദിതേന ഭേദേ ഖഗേന്ദ്രധ്വജപാദമൂലം. സവൈ മഹാഭാഗവത പരീക്ഷിത്. സവൈ മഹാഭാഗവത, സഹ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കേട്ടു. അദ്ദേഹം എന്ന് നമ്മളെ ഭഗവാനെ കുറിച്ച് അവിടുന്ന് എന്നേ പറയാവൂ. ഇവിടെ അദ്ദേഹം വൈ നിശ്ചയമായും തീർച്ചയായും മഹാഭാഗവതനാണ്, ഏറ്റവും ഒന്നന്തരം ഭക്തനാണ്. പരീക്ഷിത് സവൈ മഹാഭാഗവത പരീക്ഷിത് ഏനാപവർഗാക്യമതപ്രബുദ്ധി. അപ്പം ഏന എന്ന് വെച്ചാൽ ഏതിനാലാണോ, അപവർഗാക്യം മോക്ഷത്തിന്റെ പേരിൽ, അധപ്രബുദ്ധി അധപ്രം എന്ന് വെച്ചാൽ സ്ഥിതമായ ബുദ്ധി തന്നെ, ജ്ഞാനേന ജ്ഞാനം കൊണ്ട് ജ്ഞാനത്താൽ, വയ്യാസഖി ആരാണ് ഈ വയ്യാസഖി? അറിയില്ലേ? ആരുമില്ലേ? വ്യാസൻ ഭഗവാന്റെ പുത്രൻ ശുകദേവ ഗോസ്വാമി. ശുകദേവ ഗോസ്വാമി. വയ്യാസഖി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അപ്പഴേ പറയണ്ടേ ശുകദേവ ഗോസ്വാമി, നിങ്ങൾ എത്ര കാലമായിട്ട് ഇത് പഠിക്കുകയാണ്. ശുകദേവ ഗോസ്വാമി ശബ്ദിതേന പ്രകമ്പനം കൊണ്ടു, ശബ്ദിച്ചു, ഭേദേ എന്റേതാക്കി മാറ്റി, സ്വന്തമാക്കി മാറ്റി, ഖഗേന്ദ്ര പക്ഷി രാജാവായ ഗരുഡൻ, ധ്വജം പാദമൂലം ഉള്ളംകാൽ. അപ്പം ഇവിടെ സവൈ മഹാഭാഗവത പരീക്ഷിത് യനാപവർഗാക്യം അധപ്രബുദ്ധിഃ ജ്ഞാനേന വയ്യാസഹി ശബ്ദിതേന ഭേദേ ഖഗേന്ദ്രധ്വജപാദമൂലം. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭഗവതി വാസുദേവായ ഗുരുഭ്യോ നമഃ. സവൈ മഹാഭാഗവത പരീക്ഷിത് യേനാപവർഗാക്യമത പ്രബുദ്ധിം ജ്ഞാനേന വയ്യാസഹി ശബ്ദിതേന ഭേദേ ഖഗേന്ദ്രധ്വജപാദമൂലം. ഹരേ കൃഷ്ണ മാതാജി. നമ്മള് ഇവിടെ താങ്ക് യു മാതാജി. അല്ലയോ സുതഗോസ്വാമി, പക്ഷിരാജാവായ ഗരുഡന്റെ അഭയസ്ഥാനമായ ഭഗവാന്റെ പാതാരവിന്ദ പ്രാപ്തി സിദ്ധിച്ച ഗരുഡന്റെ അഭയസ്ഥാനമായ എന്ന് വെച്ചാൽ അത്രമാത്രം പ്രാധാന്യം ഗരുഡന് കൊടുത്തുകൊണ്ട് അവിടെ പറയുകയാണ്. ഗരുഡന്റെ അഭയസ്ഥാനമായ ഭഗവാന്റെ പാതാരവിന്ദ പ്രാപ്തി സിദ്ധിച്ച പരീക്ഷിത് മഹാരാജാവിന്റെ മോക്ഷത്തിന് ഹേതുവായതും അദ്ദേഹത്തിന്റെ തൃഷ്ണാശക്തി ഏതകത്ര കേന്ദ്രീകൃതമായതുമായ ഭഗവത് വിഷയങ്ങളെ കുറിച്ച് ദയവായി വിശദമാക്കി തന്നാലും ആ അതീന്ദ്ര വിഷയങ്ങളൊക്കെ വ്യാസദേവസുതനായ ശ്രീ ശുകദേവ ഗോസ്വാമിയാൽ പ്രകമ്പിതമാകുന്നു. അപ്പം ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് തങ്ങൾക്ക് അറിയേണ്ടത്, ആരെക്കുറിച്ചൊക്കെ അറിയണം. അവർക്ക് വേറൊന്നും അറിയേണ്ട കാര്യമില്ല. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ
എപ്പോഴും ഭഗവതാരവിന്ദങ്ങളെ മാത്രം ആശ്രയമാക്കിയിട്ടുള്ള ഭക്തന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ള ഭഗവത് കഥകളെ കുറിച്ച് അറിയണം. അപ്പൊ മോക്ഷമാർഗത്തിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് മധ്യേ ചില തർക്കങ്ങളുണ്ട്. അപ്രകാരമുള്ള അതീന്ദ്ര വിദ്യാർത്ഥികൾ നിർവ്യക്തിഗതവാദികളെന്നും ഭഗവത് ഭക്തരെന്നും അറിയപ്പെടുന്നു. അപ്പൊ മോക്ഷം ആഗ്രഹിക്കുന്നവർ രണ്ടു കൂട്ടരുണ്ട്. എന്താണ്? ഒന്ന് നിർവ്യക്തിഗതവാദികളും ഭഗവത് ഭക്തരും രണ്ടാമത്തെ ഭാഗം. അപ്പം ഭഗവത് ഭക്തർ ഭഗവാന്റെ സർവാതിശയപരമായ അതീന്ദ്ര രൂപത്തെ ആരാധിക്കുന്നു. അതേസമയം നിർവ്യക്തികവാദികൾ ബ്രഹ്മജ്യോതി എന്നറിയപ്പെടുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാന്തിപൂരത്തെ അഥവാ ശരീര തേജസ്സിനെ ആരാധിക്കുന്നു. നമുക്കിതെല്ലാം അറിയാവുന്നതാണ് അല്ലെ, എല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ എന്താണ് ബ്രഹ്മജ്യോതിസ് എന്ന് നമുക്കറിയാം. ഭഗവാന്റെ അതീന്ദ്ര രൂപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ അവർ രണ്ടു കൂട്ടരാണ് ഉള്ളത്, ഭഗവത് ഭക്തരായിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു കൂട്ടർക്ക് വേണ്ടത് അതീന്ദ്ര രൂപത്തെ വേണം, ഒരു കൂട്ടർക്ക് എത്തിച്ചേരേണ്ടത് ബ്രഹ്മജ്യോതിസ്. എന്താണ് ഈ ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത്? ഹരേ കൃഷ്ണ. എന്റെ കുട്ടികൾക്ക് ഭയങ്കര മറവിയാണ് അല്ലേ? ഒരു ഓർമ്മയും ഭഗവാന്റെ തേജസ്, ഭഗവാനിൽ നിന്ന് പുറപ്പെടുന്ന തേജസ്. ഭഗവാന്റെ തേജസ്സിനെയാണ് ബ്രഹ്മജ്യോതി എന്ന് പറയും. ആരാണ് ബ്രഹ്മജ്യോതിസ് എത്തുമെന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്? എങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ എത്തുക? യോഗികളും അപ്പൊ അങ്ങനെ അവിടുത്തെ ആ ഭഗവാന്റെ തേജസ് ഇത്ര കാന്തിപുരത്തെ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ശരീര തേജസ്സിനെ ആരാധിക്കുന്നവർ ഒരു കൂട്ടര് ഭഗവാന്റെ രൂപത്തെ തന്നെ, അതീന്ദ്ര രൂപത്തെ തന്നെ ആരാധിക്കുന്നവരുമുണ്ട്. അപ്പൊ ഭഗവാന്റെ വ്യാസദേവസുതനായ ശുകദേവ ഗോസ്വാമിയാൽ നൽകപ്പെട്ട ജ്ഞാനോപദേശങ്ങളാൽ പരീക്ഷിത് മഹാരാജാവ് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ആർജിച്ചു എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാരംഭത്തിൽ ശ്രീ ശുകദേവ ഗോസ്വാമിയും നിർവ്യക്തിഗതവാദിയായിരുന്നു, ഞാൻ മുമ്പേ പറഞ്ഞു അല്ലെ. ഭഗവാന് രൂപമുണ്ടെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു. ആ പൂതനയെ കുറിച്ചുള്ള വർണ്ണന അല്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തെ കുറിച്ചുള്ള വർണ്ണന ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിനത് മനസ്സിലായത് എന്ന് നമ്മള് ആ ശ്ലോകം എല്ലാരും പഠിച്ചോണം. ബർഹാപീഠം കേട്ടോ, അത് നല്ലൊരു ശ്ലോകമാണ് നമുക്ക്. അപ്പൊ അത് പഠിച്ചോണേ. പിന്നീട് അദ്ദേഹം ഭഗവാന്റെ അതീന്ദ്രലീലകളിൽ ആകൃഷ്ടനായി എന്നും അങ്ങനെ അദ്ദേഹം ഒരു സ്വഭക്തനായി തീർന്നു എന്നും ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഭഗവാന്റെ അതീന്ദ്ര ലീലകളിൽ ആകൃഷ്ടനായി അങ്ങനെ അദ്ദേഹം ഭഗവത് ഭക്തനായി മാറി. അത്രയും ഇത് വന്നിരുന്നില്ല അദ്ദേഹത്തിന്. കാന്തിയിലെ ഒരു ഭഗവാന്റെ ഒരു രൂപത്തിൽ ഭഗവാനെ തന്നെ തേജസ്സിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചില്ല എന്നുള്ളതാണ്. തേജസ് എന്താണ്, ഭഗവാൻ ആരാണെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല എന്ന് ഒരു ശ്ലോകം പറയുന്നുണ്ട്. എന്താണ് ആ ശ്ലോകം? പരിനിഷ്ഠോ വിനൈർഗുണ്യ ഉത്തമ ശ്ലോകലീലയാ എന്നുള്ള പരിനിഷ്ഠോ വിനൈർഗുണ്യ ഉത്തമ ശ്ലോകലീലയാ ഗ്രഹീത ചേതസാരാജർഷേ, ഗ്രഹീത കേട്ടുള്ള ആ ചേതസാരാജർഷേ ആഖ്യാനം അതിനെക്കുറിച്ച് പറഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെയാണ്. എന്താണ് ഭഗവാന്റെ പരിനിഷ്ഠോഭിനൈർഗുണ്യം, അങ്ങനെയുള്ള ആ ഭഗവാനെ, അപ്പൊ അതീന്ദ്രതയിൽ പൂർണ്ണമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ കുറിച്ച് കേട്ട് അദ്ദേഹം ഞാനാണെങ്കിൽ യഥാർത്ഥത്തിൽ ശുദ്ധഗോസ്വാമി അല്ലെങ്കിൽ സുതഗോസ്വാമി അവരൊക്കെയും എന്താണ്? അതീന്ദ്രതയിൽ പൂർണ്ണനാണ്. എന്നിട്ടും ഞാൻ അതീന്ദ്രതയിൽ പൂർണ്ണനായിരുന്നു, എന്നിട്ടും എന്ത് സംഭവിച്ചു? ഭഗവത് ലീലകളിൽ എനിക്കിഷ്ടം വന്നു. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ചുള്ള പഠിച്ചിട്ടുള്ളതാണ്. ഒരു അതീന്ദ്രിയ ഭാവത്തിലേക്ക് എന്ന് വെച്ചാൽ ഭഗവാൻ ഉണ്ടെന്നറിയാം, ഭഗവാനെ കുറിച്ച് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നറിയാം, മറ്റൊന്നും എന്നെ ബാധിക്കയില്ലെന്നറിയാം, ഞാന് പൂർണ്ണ സ്വതന്ത്രനാണ്, പൂർണ്ണ ഭഗവാനാണ്. ആ രീതിയിൽ ഭഗവാന്റെ എല്ലാ ഗുണവിശേഷങ്ങളിലും ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളത് വന്നിട്ടെങ്കിലും ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേട്ടപ്പോൾ പരിനിഷ്ഠോ വിനൈർഗുണ്യ ഉത്തമ ശ്ലോകലീലയാ ഗ്രഹീത ചേതസാരാജർഷേ, അത് കേട്ട് ശുകദേവ ഗോസ്വാമിക്ക് എന്താണ് ഉണ്ടായത്? ആഖ്യാനമധീതവൻ. അപ്പം
പരിനഷ്ടോ വിചേതസ, എന്റെ മനസ്സ് നിറഞ്ഞ് എങ്ങനെയാണ് അതീനിരതയിൽ പൂർണ്ണമായിരുന്ന മനസ്സാണെങ്കിലും ഭഗവാന്റെ ലീലകൾ കേട്ടപ്പോഴേക്ക് മനസ്സങ്ങ് ആകൃഷ്ടമായി മാറി, എന്നൊരു ഭക്തനായി തീർന്നു എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ അദ്ദേഹം തന്നെ സ്വയം സമ്മതിച്ചിരിക്കുന്നു. പരിപൂർണ ജ്ഞാനമുള്ള അത്തരം ഭക്തരെ ഭാഗവതന്മാർ അഥവാ ഒന്നാന്തരം ഭക്തരെന്ന് വിശേഷിപ്പിക്കുന്നു. 3 രീതിയിലുള്ള ആൾക്കാരുണ്ട്. പ്രാകൃത ഭക്തരെ, മധ്യമ ഭക്തരെ, മഹാഭാഗവതരെന്ന് 3 തരം ഭക്തന്മാരുണ്ട്. അത് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. ഭഗവാനെയോ ഭക്തനെയോ വ്യക്തമായ ധാരണകളില്ലാതെ, ഭഗവാനെക്കുറിച്ചും ഭക്തനെക്കുറിച്ചും, ഭഗവാൻ ആരാണെന്നോ ഭക്തൻ ആരാണെന്നോ അറിയാതെ, വ്യക്തമായ ധാരണകളില്ലാതെ ക്ഷേത്രാരാധനയിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് പ്രാകൃത ഭക്തർ, നാന്തരം ഭക്തരെന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്താണ്, ഭഗവാനെ കുറിച്ച് വ്യക്തമായ ധാരണകളില്ല, പക്ഷെ ക്ഷേത്രാരാധന ചെയ്യും, ക്ഷേത്രത്തിൽ പോവുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യും. 3-ാം തരം ഭക്തർ. 2-ാം തരം ഭക്തർക്ക് എന്താണ്, അവർക്ക് മധ്യമ ഭക്തരെന്ന് പറയും. അവർക്ക് ഭഗവാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഗ്രഹവും അവർക്കുണ്ട്. അപ്പൊ അങ്ങനെ ഭഗവത് ഭക്തരെയും അഭിനവ ഭക്തരെയും പുതുതായി മതപരിവർത്തനം ചെയ്ത ഭക്തരെയും അഭക്തരെയും കുറിച്ച് അവർക്ക് നല്ലവണ്ണം അറിയാം. അപ്പൊ അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് താല്പര്യമുണ്ട്. ആദ്യത്തെ ഭക്തർ ക്ഷേത്രാരാധന മാത്രം ചെയ്യും. മധ്യമ ഭക്തരാകുമ്പോഴത്തേക്ക് അവർക്ക് ഭഗവാനെ കുറിച്ചറിയാം, ഭക്തരെ കുറിച്ചറിയാം, അഭിനവ ഭക്തനെ കുറിച്ചറിയാം, പരിവർത്തനം ചെയ്തു വന്ന ഭക്തന്മാരെ കുറിച്ചറിയാം, ഇത് അഭക്തരാരാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് അവരെ അങ്ങനെ കുറിച്ചറിയാം. ഇനി ഇവരോ മഹാഭാഗവതന്മാരാരാണെന്ന് ആരാണ്? യഥാർത്ഥ ഭക്തരാരാണ്, യഥാർത്ഥ അഭക്തരാരാണ് എന്ന് മാത്രമല്ല, ഏവരുടെയും ബന്ധത്തിലവ ആരാധാരേത ഭാവത്തിൽ ഭഗവാൻ സന്നിഹിതനായിരിക്കും എന്നും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അപ്പൊ ഭക്തരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് മഹാഭാഗവതന്മാർ എന്നുള്ളത്. അപ്പം ഭക്തനെയും അഭക്തനെയും സമഭാവനയോടെ വീക്ഷിക്കും. എന്ന് വെച്ചാൽ അഭക്തനാണെന്നും പറഞ്ഞാൽ അവരോടൊരു വേർതിരിവും കാണിക്കുകയില്ല, അവരോടും നല്ല സ്നേഹത്തോടുകൂടി തന്നെ പെരുമാറും. സമഭാവനയോടുകൂടി ശുദ്ധഭക്തന്മാരെ അവര് ജീവിക്കും. സുഖദേവ് ഗോസ്വാമി എന്ന മഹാഭാഗവതനിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാൻ പരീക്ഷിത് മഹാരാജാവ് അതൊരു മഹാഭാഗവതനായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എങ്ങനെ, അതിന് എക്സാമ്പിൾ ആണ് എന്താണ്, കലിസത്വത്തോടെ എന്ത് കാണിച്ചു, ദയ കാണിച്ചു എന്നുള്ളത്. അപ്പം മറ്റുള്ളവരോടുള്ള ദയയെ കുറിച്ച് എന്ത് പറയാനെന്നാണ് ഇവിടെ ശ്രീലപ്രഭുപാദര് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3 തരം ഭക്തന്മാരുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് 2:1-9 ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പരിനിഷ്ഠോവി നൈർഗുണ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ശ്രീലപ്രഭുപാദര് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ കൂടെ നമുക്ക് ഈ 3 തരം ഭക്തന്മാരെ കുറിച്ച് മനസ്സിലാക്കുക. പിന്നെ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇവർക്ക് അറിയാം. എന്താണ് ഈ മോക്ഷം എന്ന് പറയുന്നത്? ആർക്ക് പറയാം മോക്ഷം എന്താണെന്ന്? ഇതൊക്കെ ഒരുപാട് പഠിച്ചതാണല്ലോ. ഹരേ കൃഷ്ണ. നമ്മൾക്ക് ഈ ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള ശരിയായ മോചനത്തെയാണ് നമ്മൾ മോക്ഷമെന്ന് പറയുന്നത്. പല രീതിയിലുള്ള മോക്ഷങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സായുജ്യം, സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സാമീപ്യം, സാക്ഷി. ഇതിൽ ഏതാണ് ഭക്തന്മാർ വേണ്ടെന്ന് വെക്കുന്നത്? നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും വേണ്ടിയതൊന്നുണ്ട്. എന്തുവാണത്? കേരളത്തിൽ കൈവല്യം. അവര് കൈവല്യത്തിനാണ് ഈ സായുജ്യം എന്ന് പറഞ്ഞത്. അപ്പൊ കൈവല്യത്തിന് വേണ്ടിയിട്ടാണ് അവര് ക്ഷേത്രത്തിൽ പോകുന്നതായാലും പ്രാർത്ഥിക്കുന്നതായാലും പണി ചെയ്യുന്നതെല്ലാം എന്താണ് അവർക്ക് വേണ്ടത്? സായുജ്യമാണ്. പക്ഷേ ഭക്തന്മാർക്ക് അതിനോട് താല്പര്യമില്ല. അപ്പം നമുക്ക് യഥാർത്ഥ ഭക്തന്മാർക്ക് അറിയാം എന്തേ, ഹൃദയാധ്യായതേ വിഷ്ണു ത്രേതായാം യനതോ മഖൈഹി ദ്വാപരേ പരിചര്യായാം കലോ തത്. എന്താണ്? ഹരികീർത്തനാത്. ഈ കലിയുഗത്തിൽ ഹരികീർത്തനം കൊണ്ട് മാത്രമേ ഫലമുള്ളൂ എന്ന് യഥാർത്ഥ ഭക്തന്മാരെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം ഇപ്പോഴും നമ്മളെന്ന് വെച്ചാൽ
ഈ കേരളത്തിലുള്ള ഭൂരിഭാഗം ജനങ്ങളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സായുജ്യം നേടണമെന്നുള്ള ചിന്താഗതിയാണ്. അവർക്ക് ഇതിനെ വിശേഷിപ്പിച്ച് പലതായിട്ട് അറിഞ്ഞുകൂടാ. അവർക്ക് കൈവല്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം മോക്ഷം മാത്രമേ അവര് കാണുന്നുള്ളൂ. ഒരു ഭക്തൻ ഒരിക്കലും നിർവ്യക്തിഗതവാദി ആയിരിക്കില്ല. അതീന്ദ്ര എന്താണ് ഭക്തന്റെ സ്ഥാനം നിർവ്യക്തിഗതവാദിയുടേതിനേക്കാൾ ഉയരമാണെന്ന് നമ്മൾ നിജസ്ഥിതി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊരു കൂടി നമ്മൾ ഇതെല്ലാം ചെയ്താലും എന്താണ് ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസ അവ്യക്താഹി ദുഃഖം എന്ന് പഠിച്ചിട്ടുള്ള ശ്ലോകം നിങ്ങൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, ക്ലേശം അനുഭവിച്ചുകൊണ്ട് നമ്മൾ പലതും വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ സ്തുതിക്കുമ്പോഴും നമ്മൾ ആ ഭാഗത്തിൽ എത്തിയില്ലെങ്കിൽ അതെല്ലാം ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ദുഃഖം ദേഹവത്പിരവാപ്യതേ എന്നാണ്. അപ്പൊ ക്ലേശോ അധികതരസ്തേഷാം, ആ ക്ലേശത്തിലേക്ക് നമ്മൾ എത്തിക്കുകയുള്ളൂ. വീണ്ടും നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മള് സമയമായി നമുക്കിവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സംശയം ചോദിക്കാനുള്ള സമയമില്ല.